ഡെയിലി എന്താ കളിക്കാൻ പോവാ? കളിക്കാൻ പോവാ? എനിക്ക് അത് പറയട്ടെ നിക്ക്. അതേപോലെ ഓക്കെ. അന്ന് ഇതേപോലെ ഒരു ഞായറാഴ്ച അതെ ഇതേപോലെ ഇവ എപ്പോഴും ഇവിടെ വന്ന് നിന്നിട്ട് ഇവിടെ വന്ന് തല മാത്രം കാണും കേട്ടോ. അപ്പൊ നമ്മളിവിടെ ബാറ്റ് ചെയ്യുമ്പോ ഇപ്പൊ വന്നിട്ട് ഇങ്ങനെ ഇനിയും കൂട്ടോ അതിലേ ഒരു ഞായറാഴ്ച 6 കമ്മി ഉണ്ടായിരുന്നു. അതിലൊരു റായത് ചോദിച്ചു അതിന് കളിച്ചാൻ വെയ്ക്കും ചോദിച്ചു. ആ വെയ്ക്കും പറഞ്ഞു. അന്നം കളിച്ചു തുടങ്ങി. പിന്നെ കളിച്ച് പിന്നെ ഞായറാഴ്ച മാറ്റിട്ട് എല്ലാ രാത്രി ആക്കി. രാത്രി അടിപൊളി. ഈ ഫെഡ് ഇട്ടിട്ട് കണ്ണ് കാണൂല എന്നാലും ക്യാച്ച് പിടിച്ച മറിയ നമുക്ക് ഗ്രൗണ്ട് ഇറങ്ങാം. അതായത് ഇത് നമ്മളെ ഗ്രൗണ്ട് അല്ലേ? ഇതാ എന്താ പരിപാടി? എന്താ പരിപാടി? ഒരു നൂബിനെ പൊട്ടിച്ചാ എന്താ കയ്യിലെന്താ? കോർക്കും. അപ്പൊ ഇതാ ഋതു അബുവും. അപ്പൊ നമുക്ക് ആ ക്രിക്കറ്റ് ന്യൂസും പറയടാ. അതായത് ഇതാണ് ഇവിടെ നമ്മള് ഈ ബൈക്ക് വേണ്ടോണ്ട് അങ്ങോട്ട് മാറ്റും. ബൈക്കും അതേപോലെ ആ കാറും നമ്മളെന്ത് ചെയ്യും സ്കൂട്ടറൊക്കെ ആ ഒരു മൊക്കൊക്കെ ഇടും. കാരണം ഇത് ഇവിടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പന്ത് പോകൂല. ഓക്കെ. അപ്പൊ ആ മൊക്കിട്ടിട്ട് ഇവിടെ നമ്മുടെ ഈ ടീമിന്റെ ആൾക്കാര് ഒരു ടയർ ഉണ്ട്. 2 ടയറും ഇരിക്കും. നമ്മളെ എന്താ കീപ്പർ ഉണ്ടാവും ഇവിടെ. ഇവിടെ നമ്മള് സ്റ്റെമ്പ് വെക്കും. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടാണ് ബാറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് ബാറ്റ് ചെയ്യുമ്പോൾ ഇതാ ഇവിടെ ബാള് വെച്ച് ബാൾ തന്നാ ഒന്ന് ബാൾ ചെയ്ത് പോയിട്ട് അല്ലേ? ഓ നിൽക്കണ ബാൾ ചെയ്യുക. ഓക്കെ. അപ്പൊ സ്ട്രെയിറ്റും അടിക്കാം. പിന്നെതാ ഈ മതിലിന്റെ ലൈൻ ഉണ്ട്, വെള്ള ലൈൻ ഉണ്ടോ? ആ വെള്ള ലൈന് ഫുള്ള് ഡയറക്റ്റ് പോയാ അതാ ആ ഒരു കമ്പി വരെ നമുക്ക് ഈ ഒരു കമ്പിയാണല്ലോ. ആ കമ്പിന്റെ അപ്പുറം ഫുള്ള് നമുക്ക് 6ഉം 4ഉം. മതിൽമ ഈ ഇഷ്ടികന്റെ മുകളിൽ ഡയറക്റ്റ് തട്ടിയാൽ 6, ഉരുണ്ട് പോയാൽ 4. അത് അറിയാലോ, അങ്ങനെ തന്നെയാണ്. ആ മതിലിന്റെ അപ്പുറത്തേക്ക് പോയാൽ അതെന്താണ്? അത് നമുക്ക് ഔട്ടും. അങ്ങനെ മതിലിന്റെ അപ്പുറത്തേക്ക് ഔട്ട്. ഇവിടെ ഒക്കെ ഔട്ടാണ്. അതായത് ഇവിടുന്ന് നമ്മൾ തൊട്ട അപ്പുറത്തേക്ക് പോകും. അപ്പൊ അത് ഔട്ടാണ്. ഓക്കെ. അങ്ങനെ ഫുൾ ഔട്ടാണ്. ഇവിടുന്ന് നമ്മൾ വാള് ചെയ്യും. ഇവിടെ നമ്മളെ ഫീൽഡർ ഉണ്ടാവും. ഓക്കെ. 2 ഫീൽഡർ കാറോടെ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കളിക്കുക. അങ്ങനെ നല്ല രസമുള്ളൊരു കളിയായിരുന്നു ലാബോ. എന്താ ഇനി നമുക്ക് ഇവരെ ഷട്ടിൽ കളി കാണാം കുറച്ചു നേരം. അതാബ് പൊട്ടി 10 പോയിന്റ് അതാ എടുക്കണ ജയിക്കൂട്ടോ. ഞാൻ ഇവിടെ ദൃശ്യമികവോടെ. ഓക്കെ. ദൃശ്യമികവോടെ. ഓക്കെ. എടാ ഒന്ന് മുമ്പിക്കുന്ന ഒന്നരും ക്ലിയർ ആയിക്കോട്ടെ. ദൃശ്യമികവോടെ. ഓക്കെ. അതാബോടെ അടിച്ചു പൊട്ടിച്ചു. ഇതിന് ഒന്ന് ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് കേട്ടോ. 1. നോ റൂൾസ് നോ റെഗുലേഷൻസ്. പിന്നെ ഇങ്ങോട്ട് കൊക്കടിക്കരുത്. ഗിംബൽ ഇല്ല. ഈ നയലുണ്ടോ? ഈ നയല് ഇതാണ് നമ്മൾ ലൈൻ അല്ലേ? പ്രൊഫഷണൽ ഗ്രൗണ്ട് ആണല്ലേ? ഈ നയലിന്റെ അപ്പുറം അല്ല ആ ലൈൻ വരുന്നുണ്ടോ? ഈ ലൈൻ ഇങ്ങനെ വരുന്നുണ്ടോ? അത് സെന്ററത്തെ ലൈന്. ഇതിന്റെ അപ്പുറത്തേക്ക് ഇല്ലട്ടോ. ഇതുണ്ടോ ഈ സെന്റർ ലൈന്? ഈ ലൈൻ കണ്ടോ? അത് ഇവിടെ ഉണ്ട്. ഇതുണ്ടോ? അവിടെ ഉണ്ടേ. ഓക്കെ. അപ്പോ ഇപ്പോ ആർക്കൊരു പോയിന്റും ഇല്ല. ഓക്കെ. നമ്മുടെ ഷട്ടിൽ കളിക്കൽ ഇവിടെ നിർത്താനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ എപ്പോ കളിക്കുമ്പോഴും ഇതാ ഈ കോർക്ക് ഷീറ്റിന്റെ മുകളിൽ പോകും. നിങ്ങൾ ഈ കാണുന്ന പോലെ ഇപ്പൊ നിങ്ങൾക്ക് കാണാം ആ കോർക്കല്ലേ ഷീറ്റിന്റെ മുകളിൽ വെക്കണു അല്ലേ? അങ്ങനെ ഷീറ്റിന്റെ മുകളിൽ കുടുങ്ങിയിട്ട് ഇത് എപ്പോഴും അടിച്ചടിച്ച് കുത്തി പൊട്ടിച്ചാണ് ഈ ഷീറ്റിന്റെ ഈ ഭാഗം അല്ലേ? അല്ലല്ല, കുറെ കുത്തിയും പൊട്ടിക്കണു. അതെങ്ങനെ പൊട്ടിയത് പറയാം? എപ്പോ? ഓ ശരിയാ. ഈ ഷീറ്റ് പൊട്ടി എങ്ങനെ അറിയോ? ഷീറ്റിന് തലപ്പൊട്ടി എങ്ങനെ അറിയോ? ഇവിടുന്ന് എന്ന് പറഞ്ഞാൽ നമ്മള് മാക്സിൽ അടിക്കൂലേ? ആ അടിയും അടിച്ചിട്ടാണ് ഈ ഷീറ്റ് ഞങ്ങൾ പൊട്ടിച്ചത്. ബാറ്റൊന്നുമല്ല, പന്ത് അടിച്ച് പൊട്ടിയാണ്. പിന്നെ നമ്മൾ വലിച്ചളഞ്ഞു. പൊട്ടിച്ച് അവർ തൂങ്ങിന്നു, വലിച്ചളഞ്ഞു. ഇനി നമ്മളിതാ ഋതു കുടുങ്ങിയ കോർക്ക് എടുക്കാൻ കഷ്ടപ്പെടുന്ന ഋതു. ഇത് വേറെ, ഇത് ക്രിക്കറ്റിന്റെ വേറൊരു അടയാളമാണ്. അതായത് ഷേപ്പസ്റ്റ് ഒരു മതിലായിരുന്നു. അതെന്ത് ചെയ്തു? അവിടുന്ന് ബാറ്റ് ചെയ്തപ്പോ 6 അടിച്ചാണ്. പക്ഷെ പന്തല്ല വന്നത്, ബാറ്റ് വന്നത്. അതായത് ബാറ്റ് നേരെ വന്നത് ഇതാ എടാ. അത് ഇങ്ങോട്ട് പോണ് ക്യാമറ. അയ്യോ. ഓക്കെ. ഇതാ ബാറ്റ് നേരെ വന്നത് ഈ ഒരു സംഭവത്തേക്കാണ്. അങ്ങനെ അല്ല ഇത് പൊട്ടി പോകുന്നു, ഒരു കഷ്ണം നടന്നു പോകുന്നു. ബാറ്റ് ഇറക്കാൻ പോകുന്നു കേട്ടോ. ഭാഗ്യം ബോൾ ചെയ്യുന്ന ആളുടെ മണ്ടക്കോ ഒന്നും വന്നില്ല. അപ്പോൾ അവരുടെ കഷ്ടപ്പാട് കാണാം നമുക്ക്. എടാ അടിക്കല്ലേ, വലിയൊരു കമ്പി എടുത്ത് എന്താ കാരണങ്ങൾ കയറരുത് കേട്ടോ. കാറുള്ളിൽ വരും. അപ്പോ
കുഞ്ഞോനെ അങ്ങനൊന്നും കിട്ടൂല അത്. അതൊക്കെ ഒരു ഇതുണ്ട്, ഒരു ട്രിക്ക് ഉണ്ട്. കുഞ്ഞു നിൽക്കണോക്ക വെസ്പന്റെ മുകളിൽ കയറിയിട്ടാണ്, വെസ്പന്റെ മുകളിൽ കയറി മെയിൻ ആവണോക്കെ കുഞ്ഞു. അതായത് നമ്മുടെ ഇൻഫ്ലുവൻസർ, പെരിന്തൽമണ്ണയിലെ മെയിൻ ബോയ്സ് സ്കൂളിലെ ഏക ഇൻഫ്ലുവൻസറായ അബു തഹസിൻ, അബുദാസിന്റെ വീടാണ് ആ കാണുന്നത് കേട്ടോ. നിങ്ങൾ ആ കാണാണ് അബുദാസിന്റെ വീട്. ഞങ്ങളത് എഴുതും. അപ്പൊ നേരെ അപ്പുറത്ത് കൊടുത്തായതുകൊണ്ട് സൗകര്യമാണ് ഷൂട്ടിങ്ങിനൊക്കെ വരാന്. അവിടെ നല്ല നല്ല ഐഡിയാസ് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇതു, മതിൽമ കയറിയാൽ അവിടെ കാണുമോ എന്ന് നോക്കാൻ പറ്റുന്ന ഒരു ഇത്. അപ്പുറത്താടാ ആ ഭാഗത്താ കോർക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം നമുക്ക്. കോർക്ക് ഇപ്പുറത്താണ് കേട്ടോ. ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ച അപ്പുറത്തല്ലേ, ആ ഒരു ഭാഗത്തെ കോർക്ക് കുടുങ്ങിയിട്ടുണ്ടാവും. കാണുക എന്നാണ് ഇത് പറയുന്നത്. അവിടെ അങ്ങനെ മതിൽമ കയറേ കുഞ്ഞോനെ, അങ്ങനെ നടന്നു മതില്. ഓക്കെ അപ്പൊ കഷ്ടപ്പെടുന്നു. എടാ നീങ്ങുണ്ടോ? അവനക്ക് അവിടുന്ന് കാണുന്നു പറയുന്നു. അപ്പൊ നമുക്ക് ഇവിടുന്ന് നോക്കാം. നിങ്ങൾക്ക് അവന്റെ വ്യൂ നോക്കാം. കാണുന്നുണ്ടോ കോർക്ക്? അപ്പോ ഇപ്പോഴും കഷ്ടപ്പെടുന്ന അബുവാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.